കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ദൈവിക ധ്യാനത്തിനായിട്ട് നമുക്കൊരു ബൈബിൾ ഭാഗം വായിക്കാം. 63-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. 63-ാം meditation, if we could turn our attention to the word of God, Psalm 63 verse 1. ഇന്ന് ദൈവദാസൻ 62-ാം സങ്കീർത്തനം വായിച്ചാണ് ചെറിയൊരു മെസ്സേജ് ദൈവസഭയ്ക്ക് നൽകി തന്നത്. Today we were exhorted from the passage of scripture Psalm 62. അതിനോട് ചേർന്ന് തന്നെ 63-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭ ഭാഗത്ത് സംസാരിക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചത്. And this morning the Spirit of the Lord spoke to me and said that I must speak to you, the church, from Psalm 63 verse 1. ദൈവത്തിന്റെ ദാസനായ ദാവീദിനാൽ വിരചിതമായ ഒരു സങ്കീർത്തനമാണ് 63-ാം സങ്കീർത്തനം. Psalm 63, as we know, is a psalm written by King David. ആ സങ്കീർത്തനത്തിന്റെ 1-ാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, ദൈവമേ നീ എൻ്റെ ദൈവം. And in the first part of that verse we read, God, you are my God. ഈ പ്രസ്താവന ദാവീദ് പറയുവാൻ തക്കവണ്ണം ഇടയായ സാഹചര്യമാണ് അതിന്റെ തലക്കെട്ടിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. And we can read in the subheading for that psalm the context in which he writes this passage. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലം ചമച്ചത്. And we read there that this is a psalm written while he was in the wilderness of Judah. ദൈവമേ നീ എൻ്റെ ദൈവമെന്ന് ദൈവത്തെ ഏറ്റുപറയുവാനും അവകാശമാക്കുവാനും ദാവീദ് മരുഭൂമിയിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു. It was necessary that David was sent into the wilderness that he might be able to proclaim that God, you are my God. 2 ശമൂവേലിന്റെ പുസ്തകം 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അബ്ശാലോമിന്റെ മത്സരം ഹേതുവായി ദാവീദ് മരുഭൂമിയിലേക്ക് കടന്നു പോകുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. When we study the passage of scripture in 2 Samuel chapter 14 to 17, we see that, hallelujah, Absalom, his son, is revolting against him, and the context in which, hallelujah, he experiences that. ദാവീദിന്റെ അധികാരം നഷ്ടപ്പെട്ടു, ചെങ്കോൽ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടെ അതേ അബ്ശാലോമിന്റെ മത്സരം മൂലം അതേ മരുഭൂമിയിലേക്ക് ദാവീദ് ഓടിപ്പോകുകയാണ്. David, he has lost his authority, he has lost his scepter, and he, hallelujah, because of the rebellion of his son Absalom, is being forced to flee into the wilderness. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, അധികാരങ്ങളും ചെങ്കോലുകളും പദവികളും എല്ലാ കാലത്തും നിലനിൽക്കുകയില്ല. ഇതെല്ലാം വിട്ടുപോകേണ്ടതായ ഒരു സന്ദർഭം ഏതു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും, ഏതു ഭരണാധികാരികളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ഇന്ന് പകൽക്കാലം നിലനിൽക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. Dear children of God, understand that your authority, your circumstances, your scepter, your, hallelujah, power, all of these things are turbulent. They may change. They are vanity, but there is one thing that does not change. That is your relationship with God. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കുവാൻ, ദൈവത്തെ ദൈവമേ നീ എന്ന് ഏറ്റുപറയുവാൻ, ദൈവത്തിനായി ദാഹിക്കുവാൻ ഒരുപക്ഷെ ഭരണചക്രത്തിൽ ഇരിക്കുമ്പോൾ കഴിയുകയില്ല. ബിസിയാണ്, നേരമില്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തെ ഏറ്റുപറയിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ധ്യാനിക്കുവാൻ, അതേ ദൈവം ദാവീദിനെ മരുഭൂമിയിലേക്ക് ഇറക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവുമായിട്ടുള്ള ബന്ധം എവിടെ മുറിഞ്ഞു പോകുന്നുവോ, എവിടെ അതിന് അപാകത സംഭവിക്കുന്നുവോ, അവിടെ ദൈവത്തെ ഏറ്റുപറയുവാനുള്ള മുഖാന്തരങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കും. Perhaps we might not be able to profess and confess with our mouth the relationship, hallelujah, that we ought to have with God, to say, God, you are my God, while we are sat in the comfort and the luxury of our throne, reigning over a kingdom. But in order for David to recognize the depth of his relationship with God, God had to send him into the isolation of the wilderness so that he can once again renew his relationship with his God. ദാവീദ് പറയാണ്, ദൈവമേ ഞാൻ നിന്നെ ഇവിടെ അന്വേഷിക്കും, മരുഭൂമിയിൽ ഞാൻ നിന്നെ അന്വേഷിക്കും. Hallelujah. And David says, I will seek you here in the wilderness. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ വഴിയാത്രയിൽ മരുഭൂമിയുടെ ചൂടേറിയതായ ഊഷരമായ സാഹചര്യങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം കടന്നു പോകുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളെ അതിലേക്ക് ഇറക്കിയത് നിങ്ങളെ നശിപ്പിക്കുവാനല്ല, നിങ്ങളെ തകർക്കുവാനല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഉറപ്പിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചിലരെ ഇറക്കുകയാണ്. Dear children of God, you must understand
Hallelujah. that the reason why God allows a wilderness experience in your life is not to destroy you. It's not to mark the ending, hallelujah, of your story. Instead, it is so that you would be able to renew your relationship with God. It's so that you can draw one step closer to Him and to His presence. Praise the Lord. Hallelujah. ഇത് പകൽക്കാലം എൻ്റെ മനസ്സിൽ വളരെ സന്തോഷമായി. കുഞ്ഞുങ്ങളൊക്കെ നിരന്ന് വാക്യം പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ പഴയകാല ഒരു സംഭവം ഞാൻ ഓർത്തു. I was so happy when I was able to see all of these young children, these young people standing in the front and saying their memory verses. It reminded me of a story from my younger days. എൻ്റെ പ്രസംഗത്തിലും ബൈബിൾ ക്ലാസ്സിലൊക്കെ എൻ്റെ ചർച്ചയിൽ ഞാൻ ഇച്ചിരി തമാശയൊക്കെ പറയുന്നതാ. I try to keep a little bit of humor when I teach from the Word of God. എൻ്റെ ഭാര്യ ചിലപ്പോൾ എന്നെ വഴക്ക് പറയും, അത്രയും കൂടിപ്പോയെന്നൊക്കെ പറയും. And sometimes my wife tells me that I shouldn't be so funny, try to be so funny when I'm preaching. നമുക്കറിയാം, പുട്ട് പുഴുങ്ങുമ്പോൾ ഇച്ചിരി തേങ്ങാപ്പീരിയൊക്കെ ഇടണം, എന്നാലേ ആ പുട്ടാകത്തുള്ളൂ. പറഞ്ഞാട്ടെ, പുട്ടാകത്തുള്ളൂ. പുട്ടെന്ന് അറിയത്തില്ല. Praise the Lord. Hallelujah. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്ന ഒരു 9-10 വയസ്സൊക്കെ ഉള്ള സമയം ഞാൻ ഭയങ്കര കുസൃതിയായിരുന്നു ചെറുപ്പത്തിൽ. When I was smaller, maybe I was 9 or 10 years old, I was quite troublesome when I was younger. അന്ന് ഞങ്ങളുടെ അടുത്ത് ചർച്ചക്കോടിന്റെ വേലയൊന്നും തുടങ്ങിയില്ല. അപ്പൊ ഞങ്ങൾ സൺഡേ സ്കൂളിലൊക്കെ IPC പോയിക്കൊണ്ടിരുന്നത്. And so at that time we went to a church that was local to us, an IPC church. അന്ന് ഒരു വർഷം ഇങ്ങനെ PYPയുടെ വാർഷിക സമ്മേളനം, സൺഡേ സ്കൂളിന്റെ PYPയുടെ വാർഷിക സമ്മേളനം നടക്കുകയാണ്. And so it came to a time where there was the anniversary taking place, the young people's anniversary. അപ്പോൾ വലിയ ചർച്ച, 10-50 ഫാമിലി ഉള്ള ചർച്ചയാണ്. അന്ന് വിസിറ്റിങ്ങിനായിട്ട് 1-2 ഗസ്റ്റിനെയൊക്കെ ക്ഷണിച്ചു. അങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ ആരംഭിച്ചു. And so it's a big church, there's lots of people, about 50 or so families, and so many guests have been invited, and that anniversary program, that event is taking place. അന്ന് എന്നെ ഏൽപ്പിച്ചിരുന്നത് 10 വാക്യങ്ങൾ മനപ്പാഠം കാണാൻ പറയാനായിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. And the program that I was entrusted, my responsibility was to say 10 verses by heart. ഞാൻ 10 വാക്യം കാണാതെ പഠിച്ചു. So I memorized these 10 verses. അങ്ങനെ പ്രോഗ്രാമിനിടയിൽ അധ്യക്ഷൻ വിളിച്ചപ്പോൾ ഷാജി വർഗീസ് കടന്നു വന്ന 10 വാക്യങ്ങൾ മനപ്പാഠ വാക്യങ്ങൾ കാണാതെ പറയുമെന്ന് പറഞ്ഞു. And so the host of the meeting, he called me forward and he said, now Shaji Varghese is going to come to the front. He's going to say the 10 verses that he's learned. അപ്പോൾ ധാരാളം പേരുണ്ട്. ഞാൻ ഇങ്ങനെ മൈക്കിനകത്ത് ഇപ്പൊ മൈക്കൊക്കെ വെളിയിൽ കെട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഓരോ വാക്യങ്ങൾ പറഞ്ഞ് 10ാമത്തെ വാക്യം വന്നപ്പോഴേക്കും ഒരല്പം കുഴച്ചിൽ എനിക്കുണ്ടായി. And there's lots of people sat in the audience, and I'm standing at the front. I'm saying all my verses. I said the first one, and I got to about 9. And when I got to near the end, I started to have a bit of trouble. ഞാൻ പഠിക്കാൻ പറഞ്ഞ വാക്യം ഏതാണ്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. And the verse that I was supposed to have said was this, that I am the true vine, and my father is the vine keeper. എന്നാൽ ഞാൻ ആ വാക്യം ഇങ്ങനെ തിരുത്തി പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് തോട്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാൻ മൈക്കിനകത്തോടെ പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാട്ടുകാരനുമാകുന്നു. And when I said the verse, I said it incorrectly. Praise the Lord. അത് പറഞ്ഞു മോനെ, അങ്ങനെ അത് തന്നെ പറ. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ആ ഒരു ബാല്യകാലമാണ് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതെന്നാൽ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവത്തിലൂടെയാണ് പിന്നുള്ള പ്രയാണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നടത്തേണ്ടതായിട്ട് വന്നത്. And so when I was seeing the children standing at the front and saying their verses, this story came to mind, and it is those verses that we learn while we are young that keep us strong even when we are in the wilderness. എൻ്റെ 9ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് മരിച്ചു. അദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു പ്രായം. When I was 9 years old, my father passed away. He was 40 years at the time. Praise the Lord. എൻ്റെ സഹോദരന്മാർ 2 അനിയന്മാർ 2 വയസ്സിന് താഴെ. And hallelujah, I had 2 younger brothers. 34ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ വിധവയായി തീർന്നു. And at the age of 34, my mother became a widow. എന്നാൽ ഞങ്ങൾ ആത്മീയത്തിൽ പ്രേസല ശക്തമായി മുന്നോട്ട് പോയതിന്റെ റിസൾട്ടാണ് ഇന്ന് പകൽക്കാലം ഒരു സുവിശേഷകനായി ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. But because my mother and my family were able to stay strong, holding close the word of God, that is the reason why we are continuing to stand. ജീവിതത്തിൽ മരുഭൂമിയും വേദനകളും കടന്നു വരുന്നത് അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം ആ വേദനയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ദൈവമാണ് മരുഭൂമിയിലേക്ക് ഇറക്കിയതെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം തന്ന് ഉയർത്തുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. And if you are going through, hallelujah, a wilderness experience in your life, then you need to understand that God allows those, hallelujah, seasons in your life so that you, hallelujah, can learn something from Him. There is something He wants to teach you. Praise the Lord. മരുഭൂമിയിൽ ദൈവത്തെ ഏറ്റുപറയുവാൻ the wilderness in David's life was cause for him to profess who hallelujah God is to him. നമുക്കറിയാം,
മരുഭൂമിയിൽ ദൈവത്തിന് തന്റെ ജനത്തോട് പ്രത്യേകമായ ചില ഇടപെടലുകളുണ്ട്, ചില അതേ പ്രൈസലോ ഇടപെടലുകൾ ദൈവത്തിനുണ്ട്. We know when we study the scripture that the desert or the wilderness is a place where God, hallelujah, has he relates with his people in a specific way. നമുക്കറിയാം അബ്രഹാമിന്റെ പ്രൈസലോ ഹല്ലേലൂയ അതേ ദാസിയായിരുന്ന ഹാഗാറിന്റെയും ഇസ്മായിലിന്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. When we turn to Genesis chapter 21, we can read, hallelujah, the story of, hallelujah, Hagar, the servant or the maid of Abraham and her son Ishmael. സാറായുടെ വാക്കിന് കീഴ്പ്പെട്ടുകൊണ്ട് അതേ പ്രൈസൽ അബ്രഹാം അതേ ഹാഗാറിനെയും ഇസ്മായേലിനെയും ഭവനത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. Heeding the advice of Sarah, Abraham is, hallelujah, sending away Hagar and her son Ishmael from the house. പ്രൈസലോ വെറുതെ അല്ല പുറത്താക്കുന്നത്, ഒരു തുരുത്തി വെള്ളവും അപ്പവും അവളുടെ ചുമലിൽ കൊടുത്തുവിട്ട് കുഞ്ഞുമായി ഹാഗാർ ഇതാ ബെർശേബ മരുഭൂമിയിലേക്ക് കടന്നു പോകുകയാണ്. It is not empty-handed. He sends them away, but he gives them very little, hallelujah, skin of water, and he gives them, hallelujah, a portion of bread as he sends them away into the desert, the wilderness of Bathsheba. അബ്രഹാമിന്റെ ഭവനത്തിൽ ഹാഗാർ അനുഭവിക്കാതിരുന്ന കേൾക്കാതിരുന്ന ദൈവശബ്ദവും ദൈവിക വാഗ്ദത്തവും മരുഭൂമിയിൽ അവൾ കേൾക്കുകയാണ്. And we notice here that Hagar, hallelujah, while she was in the tents of Abraham, hallelujah, she wasn't able to hear the voice of God, but while she is in the wilderness, she hears a voice that she has not heard before. വീട്ടിൽ അവൾ ഒരുപക്ഷേ കേട്ടത് കൂരമ്പ് പോലത്തെ വാക്കുകളായിരിക്കാം, പരിഹാസത്തിന്റെ വാക്കുകളായിരിക്കാം, നിന്നയുടെ വാക്കുകളായിരിക്കാം. അല്ലയോ ഹാഗാറേ, നീ ഭവനത്തിൽ പാർക്കുന്ന നാളുകളൊക്കെയും നിനക്കിത് മാത്രമേ കേൾക്കുവാൻ കഴിയുകയുള്ളൂ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ തലമുറയെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിന്നെ ഞാൻ അതിനുവേണ്ടി മരുഭൂമിയിലേക്ക് ഇറക്കുകയാണ്. While she was living in the tents of Abraham, perhaps all she had heard in her ears were, hallelujah, words like arrows piercing her heart, indignation and reproach, hallelujah, pain and sorrow is all that she had known. But God speaks to her and says, Hagar, if you want to hear my voice, if you want to know the plans that I have for you, if you want to know the promises I have for you and your child, then you need to come out into the wilderness. എപ്പോഴാണ് ഹാഗാർ ഇസ്മായേലിനെ അമ്പിൻപാട് ദൂരത്തിട്ടെന്നറിയാമോ? അബ്രഹാം കൊടുത്തുവിട്ടതായ തുരുത്തിയിലെ വെള്ളവും അപ്പവും തീർന്നു കഴിഞ്ഞു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇനി മുൻപോട്ട് അതേ ബാലകന്റെ കാര്യത്തിൽ, തലമുറയുടെ കാര്യത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ അവൾ നിരാശയായി അവൾ മാറി നിൽക്കുകയാണ്. Do you know when it is, hallelujah, that Hagar left her child and, hallelujah, moved away, an archer's throw away, hallelujah, from her child? It is when she ran out of the resources that Abraham had given to her. The skin of water and the portion of bread had been, hallelujah, expended. There was nothing left, hallelujah. And so she leaves her child and she goes away because she cannot bear to watch him suffer. ഇന്ന് പകൽക്കാലത്തെ മക്കളുമായി ഓർത്തോണം, അബ്രഹാം കൊടുത്തുവിട്ടത് എണ്ണി തിട്ടപ്പെടുത്തിയാണ് കൊടുത്തുവിട്ടത്. മനുഷ്യൻ തരുന്നതെല്ലാം അളവ് വെച്ച് തരും, അവരത് കുറിച്ച് വെക്കും, അവരത് എഴുതി വെക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം അളവ് കൂടാതെ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഈ പകൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. You have to understand today that everything that Abraham had given to her was limited, it was measured, it was finite, but there is a God who provides in a way that is limitless, that is infinite, that is generous. Praise the Lord. ആരെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അന്നേരം അവർ കുറിച്ച് വെക്കുക, സമയം വരുമ്പോൾ പറയും ഞാനല്ലേ അന്ന് സഹായിച്ചത്, അന്ന് റൈഡ് തന്നത് ഞാനല്ലേ ഇന്നതൊക്കെ തന്നെന്ന് പറഞ്ഞ് അവർ കുറിച്ച് വെച്ചിരിക്കുക നമ്മളോട് സംസാരിക്കാൻ. Hallelujah, you might notice in your life, hallelujah, that if anybody does anything for you, they will make a mental note of it, and when their time comes, hallelujah, they will say, don't you remember that it was me who helped you out when you were in need? Don't you remember that I did such and such for you? Praise the Lord. ബാലന്റെ നിലവിളി കേട്ടാ അതേ ദൈവം ഹാഗാറിനോട് സംസാരിക്കുന്നു. ഹാഗാറെ നീ ഭയപ്പെടുന്നത് എന്തിന്? ബാലന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. Hallelujah. And as the cry of this young child reaches the heavens, God's voice speaks to Hagar and says, Hagar, why are you, hallelujah, discouraged? Why are you mournful? For I have heard the cry of your child. അടുത്ത വാക്യം, ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. The next verse, I will make him into a great nation. തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം വെളിപ്പെടുത്തിയത് മരുഭൂമിയിലാണ്.
വെളിപ്പെടുത്തിയവനാണ്. God revealed the plan and vision that he had for her child in the wilderness. ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചില വാഗ്ദത്തങ്ങൾ ഒരുപക്ഷെ ദൈവം വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സുഖകാലത്തല്ല, കൊട്ടാരത്തിലല്ല, വേദനയുടെയും അത് ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തലമുറയെ കുറിച്ചുള്ളതായ വാഗ്ദത്തം ദൈവം വെളിപ്പെടുത്തുന്നവനാണ്. As we pray and we seek the plan and the purpose of God over our children's life, understand that it might not be while you are living in luxury in the palace that you hear God's plan over your children, but perhaps when you are fleeing in the wilderness and you have nobody else around you and you are suffering and in pain, that is when you hear the voice of God. രണ്ടേ, മരുഭൂമിയിൽ വാഗ്ദത്തം മാത്രമല്ല ദൈവത്തിന്റെ കരുതലിന്റെ ഉറവകളുടെ ദൈവം തുറന്നു. We notice secondly that it is not only the voice of God's promise over your children that you find in the wilderness, but you see hallelujah the provision, a fountain of God's provision. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, അതേ ചില വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ കാണാത്ത, ഇതുവരെ കാണാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ചില അനുഗ്രഹത്തിന്റെ നന്മയുടെ ചില വിടുതലിന്റെ നീരുറവകൾ കർത്താവ് തുറക്കാനായിട്ട് പോകുകയാണ്. You can understand today through the scripture that in the lives of families, in the lives of individuals, God is going to open hallelujah fountains of provision that you and I have never seen before. ദൈവം തുറക്കുന്ന നീരുറവ അത് തീർന്നു പോകുന്നില്ല, അത് തുരുത്തി നിറയുന്നതാണ്, നിറഞ്ഞു കവിയുന്നതാണ്. ദാഹം തീരുവോളം കൊടുക്കുന്ന ദൈവത്തിന്റെ അത് കരുതലിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. The well springs of God's provision are not finite, they are not measured, they are generous, and they will hallelujah fill your skin hallelujah of water, and they will cause it to overflow until your thirst is quenched. He will continue to provide. അപ്പോൾ രണ്ട്, മരുഭൂമിയിൽ ദൈവത്തിന്റെ വാഗ്ദത്തം. Second, മരുഭൂമിയിൽ ദൈവത്തിന്റെ കരുതല്. we see two things, hallelujah. Firstly, the promise of God. Secondly, the provision of God. ദൈവത്തിന്റെ വാഗ്ദത്തവും ദർശനവും ഒക്കെ ഉണ്ടെങ്കിൽ ഓർത്തോണം ഒരു പൊട്ടക്കിണർ വരാൻ പോവാ. Hallelujah. But when you hear the promises and the hallelujah vision of God over your life, understand hallelujah and be warned that there may be hallelujah an empty well before you. യോസേഫ് ഒരു ദർശനം കണ്ടതാ, പ്രൈസ് അവൻ പൊട്ടക്കിണറ്റിൽ വീണാൻ കാരണം. Hallelujah. We notice the life of Joseph. He had seen a vision, he had seen a dream, and hallelujah that was the forewarning hallelujah that he was going to be thrown into a pit. വാഗ്ദത്തം ദൈവമാണ് തന്നതെങ്കിൽ, ദർശനം ദൈവമാണ് തന്നതെങ്കിൽ ഒരു പൊട്ടക്കിണറിന് നിന്നെ മൂടുവാൻ കഴിയുകയില്ല, ഒരു പൊട്ടക്കിണറിന് നിന്നെ ഒതുക്കുവാൻ കഴിയുകയില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ അതേ പ്രൈസലോ ഹല്ലേലൂയ നിവൃത്തിയിലേക്ക് സ്വർഗ്ഗം നമ്മെ നയിക്കുമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? തലമുറയെ കുറിച്ച്, ജീവിതത്തെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച് കർത്താവ് ഒരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ അതേ പ്രൈസലോ ഒരു പൊത്തിഫേറിന്റെ ഭവനത്തിനും ഒരു അതേ പ്രൈസ് പൊട്ടക്കിണറിനും കുഴിച്ചു മൂടുവാൻ കഴിയുകയില്ല. ദൈവം അതിലേക്ക് എത്തിക്കുന്നവനാണ്. If it is God who has spoken over your life, if it is God who has promised hallelujah these visions over your life, then understand that there is no pit that can keep you, there is no well that can hold you. Hallelujah. Even if you are taken down, hallelujah, there is a Potiphar's house, but that will not be the end. God has prepared great plans over your life. Believe that this is true. അടുത്തതായിട്ട് ഒരു കാര്യം പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. Hallelujah. Next we see one more thing before I conclude my words. മരുഭൂമിയിൽ ദൈവത്തിന്റെ നിയോഗം ദൈവം തരുന്നവനാണ്. Hallelujah. In the wilderness we see hallelujah the appointing of God. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ ഏലിയാവിന്റെ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. If I invite your attention, hallelujah, in the book of 1 Kings chapter 19, we see the life of Elijah. 18-ാമത്തെ അധ്യായത്തിൽ ഒറ്റ പ്രാർത്ഥനയിലൂടെ സ്വർഗ്ഗത്തിലെ തീ ഇറക്കി യാഗപീഠത്തെയും യാഗവസ്തുവിനെയും ദഹിപ്പിച്ച ശക്തനായ പ്രവാചകൻ. Hallelujah. This is the powerful prophet, man of God, who in the previous chapter with one prayer was able to cause fire to fall down from heaven. 19-ാം അധ്യായം വന്നപ്പോൾ ഇസബേലിന്റെ വാക്ക് കേട്ട് പുള്ളിക്കാരന്റെ ആത്മീയതയും പോയി, ചൂടും പോയി. Hallelujah. But we come to the following chapter, chapter 19, and hallelujah, hearing the words, hallelujah, the threats of Queen Jezebel, his spirituality, his fervor, it is all extinguished. നമ്മുടെ ആത്മീയതയുടെ യഥാർത്ഥ റിസൾട്ടും അതിന്റെ കാര്യം എന്ന് പറയുന്നത് സഭായോഗത്തിൽ വന്ന് ആരാധിക്കുമ്പോഴോ പാട്ട് പാടുമ്പോഴോ അന്യഭാഷ പറയുമ്പോഴല്ല, വെളിയിൽ ഇറങ്ങി ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ നിലപാട് അനുസരിച്ചാണ് നമ്മുടെ ആത്മീയം അളക്കപ്പെടേണ്ടത്. If we want to hallelujah get an accurate measure of our spirituality, it is not hallelujah in church or during worship or in hallelujah a convention or a conference. If we want to understand it hallelujah accurately, it is when we leave hallelujah the gathering of believers and we face a personal hallelujah challenge in our lives. That is where we can measure hallelujah the true depth of our spirituality. പ്രൈസ് ദി ലോർഡ്. ഇസബേലിന്റെ വാക്ക് കേട്ട ഉടനെ പ്രൈസ് ദേവാലയത്തിലേക്കോ
ഒരു യാഗപീഠം പണിത് പ്രാർത്ഥിക്കാനോ ഒന്നുമല്ല അതേ പ്രൈസ് ഏലിയ പോയത്, അന്നേരം പോയി മരുഭൂമിയിലേക്ക്. The moment, hallelujah, he heard these words of hallelujah, these threats coming to him, hallelujah, trying to shoot him down from hallelujah Jezebel, he didn't go to the temple, or he didn't try to build an altar to hallelujah receive the counsel of God. Instead, he fled in fear into the wilderness. ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തോട് അടുത്ത് ചെന്നാൽ അതിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാകും. പിന്നെയും നമ്മൾ മാനസിക പിരിമുറുക്കത്തോടെ പ്രാർത്ഥിക്കാതെ ആരാധിക്കാതെയും ദൈവവചനം വായിക്കാതെ ഒക്കെ ഇരുന്നാൽ കൂനിന്മേൽ കുരു വന്ന് അത് വലിയ പ്രശ്നമായിട്ട് തീരും. If we are able, hallelujah, to go to God in the midst of a challenge, if we are able to, hallelujah, seek His counsel when we face a problem, then, hallelujah, He will provide a solution and we will be given the grace, hallelujah, to face whatever comes our way. But instead, if we run away, then our problem will only multiply. അവൻ മരിപ്പാൻ ആഗ്രഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. We read there that he desired to die. Praise the Lord. ഇപ്പോൾ മതിയെന്ന് ദൈവത്തോട് പറയുകയാണ്. It says, God, I have had enough. മരുഭൂമിയിൽ ചൂടേറിയ അനുഭവത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്ന വാക്കാണ്, എനിക്കിനി ജീവിക്കണ്ട, മതി, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. He goes into the wilderness experiencing, hallelujah, the sun beaming down upon his back, hallelujah, unable, hallelujah, to seek any, to find any help, to find any comfort. He cries out to God and says, it is enough, I am unable to go on. ഇന്ന് പകൽക്കാല ജീവിതത്തിന്റെ നിരാശയുടെ മുൻപിൽ മതി എന്ന് പറഞ്ഞ് സുല്ലിട്ട് എല്ലാം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തോടെ ശുശ്രൂഷ രംഗത്ത് നിന്ന് മുന്നോട്ടുള്ള ദൈവത്തിന്റെ നിയോഗത്തെ അവഗണിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം അതിനെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് അതിന്മേൽ നമുക്ക് ജയമെടുക്കാം. If there have been any moments in your life where you feel like it is enough, you cannot go on because of the challenges that have come against you, because of the problems that you have faced, hallelujah, the thoughts that come into your mind saying, God, I cannot carry on, it is enough, hallelujah, I cannot take forward this ministry, I cannot take forward the appointing that you have over my life. We need to, hallelujah, reconvene, hallelujah, we need to hallelujah, consult with God. മരുഭൂമിയിൽ നിരാശയുടെ വാക്കുകളും ചിന്തകളുമായി കിടന്ന ഏലിയാവിന്റെ അടുക്കലേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കുകയാണ്. അതേ പ്രൈസ് വെള്ളവും അപ്പവുമായിട്ട് അയക്കുകയാണ്. We see, hallelujah, an Elijah who has said it is enough. He is ready to give up. He is full of despair, but it is to this, hallelujah, man that God sends his provision. അവന്റെ തോളിലേക്ക് ദൂതൻ വന്ന് തട്ടുകയാണ്, എഴുന്നേൽക്കുക. The angel comes beside him, hallelujah, taps him on the shoulder, awakens him from his sleep of despair. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ ഒരു സ്പർശനം, ഒരു തലോടലിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. Are we able to surrender ourselves in his presence for a touch of God? ഇന്ന് ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ നിരാശയോടെ മതിയെന്ന് പറഞ്ഞ് അതേ പ്രൈസ് ഭാരത്തോടെയാണ് ഈ ആരാധനയിൽ കടന്നു വന്ന് സമ്മതിക്കുന്നതെങ്കിൽ സ്വർഗം ഇന്ന് പകൽക്കാലം തട്ടി ഉണർത്തുകയാണ്. If we are, hallelujah, coming to the presence of God today with a thought in our mind thinking, God, it is enough, I cannot go on, Father, hallelujah, please, hallelujah, I cannot keep going, it is too much for me to bear, then can you, hallelujah, pray to God and say, hallelujah, that you understand that there is a touch of God. അല്ലയോ ഏലിയാവേ, കിടന്നുറങ്ങാനല്ല, നിരാശയോടെ ഉറങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചത് എഴുന്നേൽക്കുവാനാണ്, ഉണരുവാനാണ്. നീ എഴുന്നേൽക്കേണ്ടതായിട്ടിരിക്കുന്നു. Hallelujah, Elijah, you have not been called, hallelujah, to slumber in despair. You have been called to awaken. You have been called to arise. You have been called for a ministry. എഴുന്നേറ്റ് തിന്നുക. Hallelujah, arise and eat. എഴുന്നേറ്റ് ഭക്ഷിക്കുക. Arise and eat. ഇന്ന് പകൽക്കാലം ദൈവവചനം ഭക്ഷിക്കുക. Hallelujah, arise and eat the word of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന അതേ ജീവജലം പാനം ചെയ്യുക. If you are able to, hallelujah, quench your thirst with the Holy Spirit that is the living water. ഇന്ന് പകൽക്കാലം നിരാശകൾ മാറട്ടെ. Let your sorrows be moved today. അവിശ്വാസത്തിന്റെ വാക്കുകൾ മാറട്ടെ. So that your words of doubt would be extinguished. ഭയം മാറട്ടെ. So that your fear would move. വേദനകൾ മാറട്ടെ. So that your pain would be no more. ദൈവത്തിന്റെ നിയോഗം ഇന്ന് പകൽക്കാലം ദൈവസഭ ഏറ്റെടുത്താട്ടെ. So that we are able to receive the appointing of God. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. Because you have a long way to go. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. You have a long journey ahead of you. നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല. Your ministry is not over. നിന്റെ ഓർഡിനേഷന് വേണ്ടി അനേകർ കാത്തു നിൽക്കുന്നു. There are many people awaiting your ordination. നിനക്ക് പകരമായി ശുശ്രൂഷിക്കുവാൻ ഒരു എലീശ അതേ പ്രൈസിലെ വയലിൽ ഉഴുതുകൊണ്ടിരിക്കുകയാണ്. Oh, there is an Elisha who is waiting for you to come and hallelujah ordinate him. അവന്റെ മേൽ നിന്റെ
പറ്റി അഭിഷേകത്തിന്റെ പുതപ്പ് വീഴേണ്ടതായിട്ടിരിക്കുന്നു. Because it is important that, hallelujah, the anointing, the blanket of anointing falls upon his shoulders. എല്ലാ പ്രിയപ്പെട്ട ദൈവത്തെ സ്തുതിച്ചാട്ടെ. If we are able to worship God today, ചില നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് കൈമാറുകയാണ്. the Spirit wants to hand over some anointing. ചില നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് കൈമാറുകയാണ്. The Spirit of God wants to hand over an appointing. എല്ലാ നിരാശകളിൽ നിന്ന് പകൽക്കാലം മാറട്ടെ. So that all our hallelujah burdens will be moved aside. ആത്മാവിന്റെ ഒരു പുതുക്കം ഇന്ന് പകൽക്കാലം ആരാധന ദൈവജനം അനുഭവിച്ചറിയട്ടെ. That we might be able to receive a renewal of the strength. യേശുവിന്റെ നാമത്തിൽ ഈ ചൂരച്ചെടി നിന്നെ ഒതുക്കുവാനല്ല, നിന്നോട് സംസാരിക്കുവാനാണ്. ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ നിയോഗം ഇന്ന് പകൽക്കാലം ദൈവം ഈ സഭയ്ക്ക് കൈമാറുകയാണ്. In the name of Jesus, if you are able to understand that this broom tree is not the end, hallelujah, you are not resting here in this wilderness. There is an anointing upon your life. There is a plan of God upon your life. There is more to come. Hallelujah. 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 Amen, 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 amen. Thank you, Jesus. Amen, 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 amen. Thank you, Jesus. Hallelujah, hallelujah. Hallelujah. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് Hallelujah. അത്യന്തമായ ശക്തി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനത്തിന് മേൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. Yes. The anointing of heaven to fall down upon you. The power of God to fall down upon you. A renewal of your strength. A divine power to fill your heart and soul. Hallelujah. 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 Thank you, Jesus. Hallelujah. 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 മരിച്ചാൽ മതിയെന്ന് പറഞ്ഞവനെ മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. Hallelujah. Those who said it is enough, I hardly only see death before me, God did not allow death. അവനെ ഉടലോടെ ചുഴലിക്കാറ്റിൽ ദൈവം സ്വർഗ്ഗത്തിലേക്ക് എടുത്തു. Hallelujah. God took him in his body while he was still in the flesh in a whirlwind. അവന്റെ പുതപ്പ് വീണ എലീശ അവനേക്കാൾ ശക്തനായി പ്രവാചക ശുശ്രൂഷ ചെയ്തു. And hallelujah, the Elisha who received the robe that was on his shoulders, he hallelujah was able to be used as an even mightier prophet for God. നമ്മുടെ ജീവിതത്തിലെ മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്തുകൊണ്ട് നമുക്കൊരു പ്രാവശ്യം കൂടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. Hallelujah. എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസനെ, അതിനെ ഫൈനലായിട്ടുള്ള പെർമിഷൻ തന്ന സഭയുടെ ശുശ്രൂഷകന് എൻ്റെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഞങ്ങൾ നാളെ ചില സ്ഥലങ്ങൾ വിസിറ്റിങ്ങിന് വേണ്ടി കടന്നു പോകുന്നു. അടുത്ത സൺഡേയിലും നിങ്ങളോട് ചേർന്ന് ആരാധനയിൽ സംബന്ധിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ്റെ മെസ്സേജുകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പ്രസംഗിക്കുന്നതിനേക്കാൾ പ്രസംഗം കേൾക്കുന്നത് ഇഷ്ടം, അതും എനിക്ക് താല്പര്യമുള്ള. അപ്പോൾ അടുത്ത സൺഡേയിൽ നിങ്ങളോട് ചേർന്ന ആരാധനയെ സംബന്ധിച്ച് ഞങ്ങൾ തിങ്കളാഴ്ച ന്യൂയോർക്കിലേക്ക് കടന്നു പോകുന്നു. കഴിഞ്ഞ 5 വർഷമായി പവർ വിഷൻ TV-യിൽ അതെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്കൊരു അവസരം തന്നു. ലാസ്റ്റ് 5 years പവർ വിഷൻ TV-യിൽ ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ജീവമന്ന എന്ന പ്രോഗ്രാമിൽ അതിനൊരു അവസരം കർത്താവ് എനിക്ക് നൽകി തന്നു. എൻ്റെ മിനിസ്ട്രിയോർത്തും അവിടെയുള്ള സഭയോർത്തും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.